നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടമാങ്ങ അച്ചാറാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇത് മാങ്ങ ചെറുതാക്കി ചെത്തിയിട്ട് ഉപ്പിട്ട് ഉണക്കി വെച്ച സാധനമാണ്. അടമാങ്ങ അച്ചാർ എന്നാ പറയാം. വെച്ചിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക അതിലേക്ക്. എന്നിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി കരിവേപ്പിലയും കൂടി ഇതിൽ ആഡ് ചെയ്യണം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില, പിന്നെ ഉലുവേൻ്റെ പൊടിയും. ഒന്നത് ചൂടായിട്ട് വെളുത്തുള്ളി ചേർക്കാം. ഇത് ഒന്ന് ഫ്രൈ ചെയ്യില്ല, ഒന്ന് ഇതിൻ്റെ പച്ചച്ചൊക്കെ മാറിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കടുക് പൊടി, കായം ഇതൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് ഓഫ് ചെയ്തതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം, കാരണം അധികം ഉപ്പ് വേണ്ട. ഇത് നമ്മൾ ഉപ്പ് എന്താ പറയുക, മാങ്ങയ്ക്ക് ഉപ്പിട്ടിട്ടാണ് ഉണക്കിയെടുത്തത്, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി മാത്രം മതി. പിന്നെ ഇതിലേക്ക് മാങ്ങ ചേർക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഇതിൽ ചേർക്കണം. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വിനാഗിരി, പിന്നെ കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർക്കണം. പിന്നെ ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഇടുക, കാരണം ഇതിൻ്റെ അകത്ത് ഉപ്പുള്ളതാണ് ഓൾറെഡി. അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.